ഐഐടികളാണോ ഐസറുകളാണോ നല്ലത്? ജെഇ അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്തിട്ടുള്ള നല്ല റാങ്ക് ഉള്ള പലരും ഐഐടികൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഐസറിൽ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കുറെ സ്റ്റുഡൻസ് കമന്റ് ബോക്സിലൂടെ ചോദിച്ചിരുന്നു എന്താണ് സംഗതി എന്നുള്ളത്. അതുപോലെ തന്നെ ഐസറുകളാണോ നൈസർ ആണോ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതും ഈ വീഡിയോയിൽ കമ്പയർ ചെയ്യാൻ പോവാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഐസറിലേക്കുള്ള IAT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ A to Z ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ആദ്യമായിട്ട് ഐഐടികളും ഐസറും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒറ്റ വാക്കിൽ പറയാം, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ട് പെട്ടെന്ന് ഒരു ഇൻഡസ്ട്രിയിലേക്ക് പ്ലേസ്മെന്റ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐഐടികളാണ് ബെറ്റർ ഓപ്ഷൻ. ഇനി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് MSc കഴിഞ്ഞ് PhD പ്രോഗ്രാമിലൊക്കെയാണ് അക്കാഡമിക്സ് ഓറിയന്റഡ് ആയിട്ട് പോകാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഐസറുകളുമാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. 23 IITകളാണ് ഇന്ത്യയിൽ ആകെയുള്ളത്, 7 ഐസറുകളുമാണ് ഇന്ത്യയിലുള്ളത്. ഈ ജെഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നാണ് IITയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. അതേസമയം IAT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് ഐസറുകളിലേക്കുള്ള പ്രവേശനം. IIT മദ്രാസിലേക്കും IISc ബാംഗ്ലൂരിലെ പ്രത്യേക കോഴ്സുകൾക്കും IATയുടെ സ്കോറൂടെ പരിഗണിക്കുന്നുണ്ട്. ബിടെക് പ്രോഗ്രാമുകൾക്ക് IITയിൽ ജനറലി 4 വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ ഉള്ളത്. 5 വർഷമാണ് ഐസറിലെ BSMS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കൊക്കെ പോകാൻ താല്പര്യമെങ്കിൽ ഒബ്വിയസ്ലി IITകളാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതേസമയം റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് പോകാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഐസറുമാണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ഐസറും നൈസറും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ജസ്റ്റ് ഒരു ലെറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. I and N ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് 7 എണ്ണം നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നൈസർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഒരു സ്ഥലത്ത് മാത്രമാണ് നൈസർ ഉള്ളത്, ഭുവനേശ്വറിലാണ്. ഭുവനേശ്വറിലെ നൈസറിൽ 200 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയം ഐസറിൽ 2333 സീറ്റുകളാണ് ഇപ്രാവശ്യം ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഐസറിലെയും നൈസറിലെയും അക്കാഡമിക് സ്ട്രക്ചർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐസറിന്റെ കേസിലാണെങ്കിൽ ഫിസിക്സ് ആണ് ഒരു കുട്ടിക്ക് മേജർ ആയിട്ട് പഠിക്കാൻ താല്പര്യമെങ്കിൽ കൂടെ എല്ലാ സയൻസ് സബ്ജക്റ്റുകളും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതെല്ലാം ഇനീഷ്യൽ സെമസ്റ്ററിൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നൈസറിന്റെ കേസിലാണെങ്കിൽ അങ്ങനെയല്ല, ആദ്യത്തെ വർഷം മാത്രം ഈ കുട്ടിക്ക് എല്ലാ സബ്ജക്ട്സും പഠിച്ചാൽ മതി. കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് മേജർ ആയിട്ട് ഏത് സബ്ജക്റ്റിലാണ്, ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ കോർ ആയിട്ട് ആ സബ്ജക്ട്സ് മാത്രം MSc thesis പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ കുട്ടിക്ക് സാധിക്കും എന്നുള്ളതാണ്. ഏതാണോ സബ്ജക്ട്സ് ആ മേജർ സബ്ജക്ട്സിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് ഒന്നുകൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ള അവസരം നൈസറിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതേസമയം അത് ബോത്ത് അഡ്വാൻറ്റേജ് ആയിട്ടും ഡിസഡ്വാൻറ്റേജ് ആയിട്ടും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഐസറിലെ കുട്ടിക്ക് ഫിസിക്സ് ആണ് മേജർ എങ്കിൽ കൂടെ ബാക്കി എല്ലാ സബ്ജക്ട്സിലും ഒരു ഇൻഡെപ്ത് നോളേജ് കിട്ടാൻ ഇത് സഹായിക്കും എന്നുള്ള കാര്യവും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോളർഷിപ്സും ഫീസും നോക്കുന്ന സമയത്ത് ഐസറുകളിൽ കമ്പാരിറ്റീവ്ലി കുറച്ചധികം ഫീസ് ഉണ്ട്. ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് അറൌണ്ട് 90,000 എബോ ഫീസുകളൊക്കെ ഐസറുകളിൽ വരുന്നുണ്ട്. ഇനി അതേസമയം നൈസറിന്റെ കേസിലാണെങ്കിൽ കുറെ അധികം സ്കോളർഷിപ്പ് സ്കീമുകൾ നൈസറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ദിശ സ്കീം, അതായത് ഏകദേശം 60,000 രൂപ ഒരു വർഷം കുട്ടിക്ക് സ്കോളർഷിപ്സ് ആയിട്ട് ഈ പറയുന്ന നൈസറിലുള്ള സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സമ്മർ ഇന്റേൺഷിപ്സിൽ എക്സ്ട്രാ 20,000 റുപ്പീസ് എക്സ്ട്രാ ആയിട്ടും കിട്ടുന്നുണ്ട്. ഏകദേശം 80,000 റുപ്പീസ് സ്കോളർഷിപ്സ് ആയിട്ട് നൈസറിലെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഫീസും കമ്പാരിറ്റീവ്ലി ഐസറിനെക്കാളും കുറവാണ് എന്നുള്ളതോടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട സംഗതിയാണ്. പ്ലേസ്മെന്റ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അക്കാഡമിക് പ്ലേസ്മെന്റ്സ് 2 സ്ഥലങ്ങളിലും, ഫോർ എക്സാമ്പിൾ BSMS ആണെങ്കിൽ PhD പ്രോഗ്രാമുകളിലേക്ക് പുറത്ത് ഫോറിൻ കൺട്രീസിൽ, ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരുപോലെ തന്നെയാണ് പ്ലേസ്മെന്റുകൾ നമ്മൾ കണ്ടുവരുന്നത്. അതേസമയം നൈസറിലാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി കീഴിലാണ് നൈസർ എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാർക്ക് എന്ന് പറയുന്ന ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂക്ക് ഇരിക്കാനുള്ള അവസരം നൈസറിലുള്ള സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്, കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ വഴിയാണ് നൈസറിലേക്കുള്ള പ്രവേശനം. അതേസമയം IAT എന്ന് പറയുന്ന എക്സാമിനേഷൻ വഴിയാണ് ഐസറിലേക്കുള്ള പ്രവേശനം. ഈ നെസ്റ്റ് എന്ന എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ പറഞ്ഞ ബാർക്ക് എന്ന് പറയുന്ന ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഇന്റർവ്യൂ റൗണ്ടിലേക്കൂടെ കുട്ടി ആൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസ്പെക്ടസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നത്. സോ ബാർക്ക് എന്ന് പറയുന്ന ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി കീഴിലുള്ള പ്ലേസ്മെന്റുകൾ കുറച്ചധികം കിട്ടാൻ സാധ്യതയുള്ളത് നൈസറിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് എന്നുള്ളതുകൂടെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇൻടേക്സിന്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു. ഐസറിൽ ഏകദേശം 2333 സീറ്റ്സ് ഉണ്ട്. നെസ്റ്റ് വഴി നൈസറിൽ എത്തുന്ന കുട്ടിക്ക് 200 സീറ്റുകൾ മാത്രമാണ് നൈസറിലുള്ളത്. അതുപോലെ തന്നെ 57 സീറ്റുകൾ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ആറ്റോമിക് എനർജി കീഴിൽ തന്നെയുള്ള സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 57 സീറ്റ്, അങ്ങനെ 257 സീറ്റുകളാണ്
നൈസറുകളിലുള്ളത്. അതേസമയം 2333 സീറ്റുകളാണ് ഐസറുകളിൽ 7 ഐസറുകളിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. സോ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. നൈസർ എന്നുള്ളത് സീറ്റ് കുറവാണ്, കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. IIT എക്സാം എഴുതുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 2333 സീറ്റ്സ് ഐസറുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഐസറുകൾ മാത്രമല്ല IIT മദ്രാസിലെ പ്രോഗ്രാമിലേക്കും IIC ബാംഗ്ലൂരിലെ പ്രോഗ്രാമിലേക്കും IIT സ്കോർ പരിഗണിക്കുന്നതാണ്. സോ IIT എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ 7 ഐസറുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. IIT എക്സാമിനേഷന്റെയും ഐസറിന്റെയും A to Z ഡീറ്റെയിൽസ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് എവിടൊക്കെയാണ് ഐസറുകൾ ഉള്ളത് നോക്കാം. ബർഹാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുവനന്തപുരം, തിരുപ്പതി ഇങ്ങനെ 7 സ്ഥലങ്ങളിലായിട്ട് ഐസറുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി അവിടെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് നോക്കാം. 5 വർഷത്തെ BSMS എല്ലാ ഐസറുകളിലുമുള്ള ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ 4 വർഷത്തെ BS in എക്കണോമിക് സയൻസസ് അറ്റ് ഐസർ ഭോപ്പാൽ. എക്കണോമിക്സ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഐസർ ഭോപ്പാൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി 4 വർഷത്തെ BS in എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് അറ്റ് ഐസർ തിരുപ്പതി പുതിയ കോഴ്സാണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഐസർ തിരുപ്പതിയിലെ ഈ പുതിയ കോഴ്സ് ചൂസ് ചെയ്യാം. 4 വർഷത്തെ BTech in കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഐസർ ഭോപ്പാലിലെ ഈ പറയുന്ന കോഴ്സുകളും ചൂസ് ചെയ്യാവുന്നതാണ്. സോ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഈ പറഞ്ഞത്. ഇതിൽ BSMS ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് ഐസറിലെ പ്രസിദ്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട +2 കഴിഞ്ഞിട്ടൊക്കെ വിദ്യാർത്ഥികൾ കൂടുതലും ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്നുള്ളതോടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നമുക്കൊന്ന് പെട്ടെന്ന് കവർ ചെയ്ത് നോക്കാം. മെയ് 25, 2025 എക്സാമിനേഷൻ നടക്കാനിരിക്കുന്നത്. അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തത് മാർച്ച് 5 അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയാലുടൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളടക്കം നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്ലിക്കേഷൻ പോർട്ടൽ ക്ലോസ് ചെയ്യുന്നത് ഏപ്രിൽ 15 കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് ഏപ്രിൽ 21, 22 2 തീയതികളിലായിട്ടാണ്. റിലീസ് ഓഫ് ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്നത് മെയ് 15 അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കാനിരിക്കുന്ന നേരത്തെ പറഞ്ഞു മെയ് 25 നടക്കാനിരിക്കുന്നു. ആൻസർ കീ ഡിസ്പ്ലേ ചെയ്യുന്നത് മെയ് 25 ഓക്കെ. ആഫ്റ്റർ ദി എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആൻസർ കീയും ഡിസ്പ്ലേ ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് IIT എക്സാമിനേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. IIT 2025 will be conducted as a computer-based test in various centers across India. IIT will consist of 60 questions, 50 questions each from biology, chemistry, mathematics and physics. So 60 questions ആണ് IITക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും 15 questions each from ബയോളജി പഠിക്കേണ്ടതുണ്ട്, കെമിസ്ട്രി കവർ ചെയ്യേണ്ടതുണ്ട്, മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ഫിസിക്സും സയൻസ് സബ്ജക്ട്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്തിട്ട് വേണം IIT എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ. 60 questions ആണ് ഇൻ ടോട്ടൽ ഉള്ളത്, 50 questions ഫ്രം ഈച്ച് സബ്ജക്ട്സ്. ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ ടെസ്റ്റ് വിൽ ബി 180 minutes. 180 minutes ആണ് ടോട്ടൽ ഡ്യൂറേഷൻ ഉള്ളത്. Questions will be of multiple choice type. Each question will have only one correct answer. ഓരോ ക്വസ്റ്റ്യനും ഒരു കറക്റ്റ് ആൻസർ ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിരിക്കും. Each correct answer will be awarded 4 marks. Each incorrect answer will lead to the deduction of 1 mark. Unanswered questions will be awarded 0 marks. Therefore, maximum marks in IIT will be 240, 240 മാർക്സ് ആയിരിക്കും ടോട്ടൽ ആയിട്ട് IIT എക്സാമിനേഷൻ ഉള്ളത് എന്നുള്ളതോടെ നിങ്ങൾ നോട്ട് ചെയ്യുക. സോ ഐസറിലുള്ള പ്രധാനപ്പെട്ട കോഴ്സുകളാണ് BTechഉം നേരത്തെ പറഞ്ഞ BSMS ഡുവൽ ഡിഗ്രി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ടുള്ളതും. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഐസറിന്റെ ഒരു ഫീച്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ക്ലാസ് റൂം ലേണിംഗ് ഇന്റഗ്രേറ്റഡ് വിത്ത് റിസർച്ച് പ്രൊവൈഡിംഗ് ആംപിൾ സ്കോപ്പ് ഫോർ ഇന്റർ ഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് ഐസറിന്റെ ഒരു മോട്ടോ ആയിട്ട് നമുക്ക് പ്രോസ്പെക്ടസിലൊക്കെ കാണാൻ പറ്റുന്നത്. ഫുള്ളി റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിരിക്കും വിത്ത് വെൽ എക്യുപ്ഡ് ഹോസ്റ്റൽസ് ആൻഡ് ആക്സസ് ടു വൺ ഓൺ ക്യാമ്പസ് മെഡിക്കൽ ഫെസിലിറ്റീസ് അലോങ് വിത്ത് സ്പോർട്സ് ആൻഡ് അതർ റീക്രിയേഷണൽ ഫെസിലിറ്റീസ്. അപ്പോൾ എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളും നമുക്ക് അവിടെ സൗകര്യങ്ങളൊക്കെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടും സയന്റിഫിക് ലബോറട്ടറീസ് ഒക്കെ ഐസറുകളിൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇനി അപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജനറൽ EWS OBC NCL കാർക്കൊക്കെ 2000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ളത്. ബാക്കിയുള്ള പേഴ്സൺസ് വിത്ത് ഡിസാബിലിറ്റീസ് PWD, പേഴ്സൺസ് രജിസ്റ്റേർഡ് ആസ് കാശ്മീരി മൈഗ്രൻസ്, കാശ്മീരി പണ്ഡിറ്റ്സ്, കാശ്മീരി ഹിന്ദു ഫാമിലീസ്, നോൺ മൈഗ്രൻസ് ആൻഡ് SC ST കാറ്റഗറിക്കാർക്കൊക്കെ 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ളത്. ഇനി ഫോറിൻ നാഷണൽസ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദി അപ്ലിക്കേഷൻ ഫീസ് നോൺ റീഫണ്ടബിൾ എന്നുള്ളതും കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ എന്ന് പറയുന്ന SAF എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഐസറുകളിലുണ്ട്. എന്താണ് സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ? ജനറൽ EWS OBC NCL പറഞ്ഞ ഈ കാറ്റഗറിക്കാർക്കൊക്കെ
ഈ പറഞ്ഞ ഐസറിലേക്കുള്ള IIT എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു, ഐസറിൽ സീറ്റ് ഉറപ്പായി എന്നിരിക്കെ അവരൊരു ഫീ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ₹35,000 രൂപയാണത്. ഇനി SC/ST കാറ്റഗറിക്കാർക്കാണെങ്കിൽ 17,500 രൂപയാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്ലിക്കൻസ് മസ്റ്റ് ബി ഇന്ത്യൻ നാഷണൽസ്, OCI, PIO, ഫോറിൻ നാഷണൽസ് ടു അപ്ലൈ ഫോർ IIT 2025 പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. ഇനി ഫോറിൻ കൺട്രീസിലുള്ള ഏതെങ്കിലും മറ്റു ബോർഡിൽ നിന്നാണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത് എങ്കിൽ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് കൂടെ ഇഷ്യൂ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്രാവശ്യത്തെ IIT എക്സാമിനേഷന്റെ ഒരു വമ്പൻ മാറ്റം എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാനുള്ള എലിജിബിലിറ്റി ആയിട്ട് ഒരു മിനിമം ഡ്യൂറേഷൻ പറയാറുണ്ട്, ഇത്ര ഗ്യാപ്പ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം നോ റെസ്ട്രിക്ഷൻസ് ബേസ്ഡ് ഓൺ ദി കംപ്ലീഷൻ ഇയർ ഓഫ് ക്ലാസ് 12 എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 12 കഴിഞ്ഞ് എത്ര ഇയേഴ്സ് ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല, IIT എക്സാമിനേഷൻ എഴുതാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ബീൻ ബോൺ ഓർ ആഫ്റ്റർ October 1, 2000 എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് ഏജ് ലിമിറ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. 5 years of age relaxation given to SC/ST PWD candidates. PWD SC/ST കാറ്റഗറീസിലുള്ള ആളുകൾക്ക് 5 വർഷത്തെ റിലാക്സേഷൻ കൂടെ ഏജിന്റെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏജ് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. കാരണം നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഏജ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആണോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങാട്ടോ. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് നോക്കുന്ന സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സബ്ജക്ട്സ് ക്ലാസ് 12 കൂടെ പഠിച്ചിരിക്കണം എന്നുള്ളത് കൂടെ നിർബന്ധമായിട്ടും നോട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ SC/ST PWD കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 60 അല്ല 55% ആണ് അഗ്രിഗേറ്റ് സ്കോർ ആയിട്ട് കിട്ടേണ്ടത്. അതർ കാറ്റഗറീസിലുള്ള ആളുകൾക്ക് 60% ആണ് അഗ്രിഗേറ്റ് സ്കോർ ആയിട്ട് +2 അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പെർസെൻറ്റേജ് മാർക്സ് എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് പ്രോസ്പെക്ടസിലുണ്ട്. CGPA or CPI obtained into 100 divided by PS എന്നുള്ളതാണ്. PS എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ദി പോയിന്റ് സ്കെയിൽ യൂസ്ഡ് ബൈ ദി റെസ്പെക്റ്റീവ് ബോർഡ് എന്നുള്ളതും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു. ഇനി എന്തൊക്കെയാണ് ഐസറിലുള്ള റിസർവേഷൻ പോളിസി എന്നുള്ളത് നമുക്ക് നോക്കാം. 15% ഓഫ് സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ SC കാറ്റഗറി സ്റ്റുഡൻസ് ആൻഡ് STയിലുള്ള ആളുകൾക്ക് 7.5% സീറ്റുകൾ റിസർവ്ഡ് ആണ്. 27% സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത് OBC NCL കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ്. 5% of seats are reserved for PWD category students. 3 seats per ICER സൂപ്പർ ന്യൂമറി സീറ്റ്സ് ആയിട്ടുള്ളത് കാശ്മീരി മൈഗ്രൻസിനായിട്ടുണ്ട്. Up to 10% seats are reserved for economically weaker section EWS കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ്. സോ ഇത് നോട്ട് ദാറ്റ് ദ EWS OBC NCL സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ April 1, 2025 എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അത് ലേറ്റസ്റ്റ് പീരീഡിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് എന്നുള്ളതൂടെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ IIT സ്കോർ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പരിഗണിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. IISc ബാംഗ്ലൂരിലുള്ള റിസർച്ച് പ്രോഗ്രാമിലേക്കും അതുപോലെ തന്നെ BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് IIT മദ്രാസിലുള്ള പ്രോഗ്രാമിലേക്കൂടെ IITയുടെ സ്കോർ പരിഗണിക്കുന്നതാണ് എന്നുള്ളതൂടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇനി സയൻസ് മാത്സ് വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ള 6th മുതൽ 10th വരെ ക്ലാസ്സിലുള്ള നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള സിബ്ലിങ്സിനൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ പാസ് ചെയ്യണം. നമ്മൾ എക്സാം ലേണിംഗിൽ സയൻസ് മാത്സ് വിഷയങ്ങളൊക്കെ താല്പര്യമുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാം കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് റൺ ചെയ്തു വരുന്ന ഏകദേശം 3000-ഓളം അധികം സ്റ്റുഡൻസ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ സ്റ്റുഡൻസിനാണ് ഈ പറയുന്ന അവസരമായിട്ടുള്ളത്. IITiansഉം NITiansഉം ഡോക്ടേഴ്സും ആണ് നമ്മുടെ ഈ ഒരു കോഴ്സ് റൺ ചെയ്തു വരുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാടധികം സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച് ആണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഷോർട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ആപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, സ്മോൾ കോണ്ടന്റ്സ് ആയിട്ട് കുട്ടികൾക്ക് കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്ന രൂപത്തിലാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമുലേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് ബോറടിക്കാത്ത രൂപത്തിൽ ഗെയിമിഫൈഡ് എലമെന്റ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് ലൈവായിട്ട് IITiansനെയും NITiansനെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ ലൈവ് സെഷൻസിൽ ഡൗട്ട് ക്ലിയറൻസ് ഉള്ള അവസരം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാക്കൽറ്റി ടീം ഡിസൈൻ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ഷീറ്റുകളാണെങ്കിലും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 3 ലെവലുകളായിട്ടുള്ള വർക്ക് ഷീറ്റ്സ് അവൈലബിൾ ആണ്. വീക്ക്ലി എക്സാംസ് നടന്നു വരുന്നു, ടേം എക്സാമിനേഷൻസ് നടന്നു വരുന്നു. ഇതിനൊക്കെ പുറമെ 1-on-1 ആയിട്ടുള്ള മെന്റർഷിപ്പ് സിസ്റ്റം, ഒരു സ്റ്റുഡന്റിന് ഒരു മെന്റർ ഉണ്ടായിരിക്കും. ആ മെന്റർ ആയിരിക്കും കംപ്ലീറ്റ് അക്കാഡമിക് കാര്യങ്ങളൊക്കെ കുട്ടിയെ ഫോളോ ചെയ്യുക. ഇനി 24/7 ഡൗട്ട് ക്ലിയറൻസും അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ലേണിംഗിലെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സിബ്ലിങ്സിനൊക്കെ ഈ ഒരു
സംഗതി പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട്സിലും ഒക്കെ പരിചയത്തിലുള്ള 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ബോക്സിലൊക്കെ ഉള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ കരിയർ സംശയങ്ങൾ നിങ്ങൾക്ക് കരിയർ കണക്ട് എന്ന പേരിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോകളായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. സോ അതിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് അയക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവും വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ കരിയർ സംശയങ്ങൾക്കെല്ലാം ഞങ്ങൾ ഉത്തരങ്ങൾ തരുന്നതാണ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് JEE പ്രോഗ്രാമിലേക്ക് പോകാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് JEE എക്സ്ക്ലൂസീവ് ഓൺലൈൻ പ്ലസ് ബ്ലെൻഡഡ് പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. IITians ലീഡ് ചെയ്യുന്ന ഈ ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമിൽ ലൈവ് സെഷൻസും ടെസ്റ്റ് സീരീസും മെന്റർഷിപ്പ് സപ്പോർട്ടും ഡൗട്ട് ക്ലിയറൻസും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അക്വയർ ചെയ്യുന്നതാണ്. സോ മറ്റു വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉള്ള കോൺടാക്ട് നമ്പേഴ്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. താങ്ക് യു.